ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വെഡ്ഡിംഗ് ആൽബം പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. A to Z ഞാൻ എങ്ങനെയാണ് ഒരു വെഡ്ഡിംഗ് ആൽബത്തിൻ്റെ പേജ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ക്ലയൻറ്റിൻ്റെ ഫോട്ടോ നമുക്ക് പബ്ലിഷ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഒരു 3-4 ഇമേജ് ഡൗൺലോഡ് ചെയ്തോട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് പിക്സൽസ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഇമേജ് ഉപയോഗിക്കുമ്പോൾ ഇവരുടെ ഒരു ഹാഷ്ടാഗ് പോലൊരു സംഭവം തരും, അതൊന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതി എവിടെയെങ്കിലും. അപ്പോൾ ഇതാണ് എടുത്ത ആളിൻ്റെ പേര്, ഫോട്ടോഗ്രാഫറിൻ്റെയോ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുടെ പേര് ഈ കാണുന്നതാണ് കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഇവിടെ കൊടുക്കുവാണ്. ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളൊരു ആൽബം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കുന്നത് ഏതാണ് അതിൻ്റെ സൈസ് എന്നുള്ളതാണ്. കോമൺലി നമ്മൾ ചെയ്തു വരുന്ന ഒരു ആൽബം എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡലിലുള്ള ആൽബംസാണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പണ്ട് തൊട്ടേ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. കുത്തനെയുള്ള പോർട്രേറ്റ് ടൈപ്പിൽ വരുന്ന ആൽബംസും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോമൺലി ഇപ്പോൾ ചെയ്തു വരുന്ന ആൽബംസ് എന്ന് പറയുന്നത് മുമ്പോട്ട് കുറച്ച് നാൾ മുന്നോട്ടും ചെയ്തുകൊണ്ടിരുന്നത് 30-12 ഇഞ്ച് സൈസ് വരുന്ന ഒരു ആൽബമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. അതാണ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. പോർട്രേറ്റ് മോഡലും ചെറിയ ആൽബംസും അങ്ങനെ ഏത് സൈസിൽ വേണോ ഇന്ന് നിങ്ങൾക്ക് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാം. പണ്ടൊക്കെ അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആൽബംസ് ഉണ്ടാക്കുന്നതിലേക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ആൽബംസ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി നമ്മുടെ കേരളത്തിലുള്ള ആൽബം പ്രിൻ്റ് ചെയ്യുന്ന പ്രിൻറ്റിങ് കമ്പനികൾക്കും അല്ലെങ്കിൽ പ്രിൻറ്റിങ് ചെയ്യുന്ന സ്റ്റുഡിയോകൾക്കും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ന്യൂ ഫയലോ അല്ലെങ്കിൽ ഈ ഫയൽസിൽ വന്ന ന്യൂ ഞെക്കുക, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പോലെ Ctrl+N പ്രസ് ചെയ്യുക. Ctrl+N പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിങ്ങളിനി നോക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ് നിങ്ങളിനി നോക്കേണ്ടത്. ഇത്രയും ഭാഗമാണ് നിങ്ങളിനി നോക്കേണ്ടത്. നിങ്ങൾക്ക് ആൽബം ചെയ്യാനായിട്ടുള്ള സൈസ് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. നമുക്കിവിടെ പ്രിൻറ്റിങ്ങിനൊക്കെ ഉണ്ട്. നമുക്കിവിടെ സെൻറ്റിമീറ്ററിൽ MM-ലൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കും. ഇഞ്ചസിലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ആ ഒരു ഇഞ്ചസ് അല്ല. നിങ്ങൾക്കിവിടെ പ്രിൻറ്റിൽ ഞെക്കിയിട്ട് വേണമെങ്കിൽ സാമ്പിളിന് ഇവിടുത്തെ സെറ്റിങ്സ് ആർക്കും അറിയില്ലെങ്കിൽ ഇവിടെ ഒന്നും മാറ്റാൻ അറിയാത്തവർക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ സെറ്റിങ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സെലക്ട് ആയിക്കോളും. പ്രിൻറ്റിങ്ങിന് വേണ്ടിയുള്ളത് ഈ 300 റെസൊല്യൂഷനും എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രിൻറ്റിങ്ങിൻ്റെ ആകുമ്പോഴത്തേക്കും 300 എന്നുള്ള റെസൊല്യൂഷനും ഈ കളറിൻ്റെ sRGB എന്നുള്ള കളറും എല്ലാ പ്രൊഫൈലും ഇവിടെ എല്ലാം സെറ്റാവും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ നിങ്ങൾ ഈ ഇഞ്ചസ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഈ ഒരു പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനെ കൊണ്ട് നമുക്കൊരു ഉപയോഗമുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് എടുക്കുക. ഇവിടെ ഇഞ്ചസ് ആക്കുക. നമ്മളെല്ലാം ഇഞ്ചസിലാണ് അളവുകൾ എടുക്കുന്നത്. അല്ലാതെ ചെയ്യുന്നവരും കാണും, പക്ഷേ ഇഞ്ചസിലാണ് നമുക്ക് കൂടുതലും ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, നമുക്ക് വിത്ത് 30 കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടി പറയുകയാണ്, ഇത് ബേസിക്കായിട്ട് ഇതിനെപ്പറ്റി അറിയാത്തവർക്കും സ്റ്റാർട്ടിങ്ങിൽ ഡിസൈൻ ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയുള്ളതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോഴേ ഇത് ബെനിഫിറ്റായിട്ട് തോന്നുള്ളൂ, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. കാരണം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പറയും. ഇനി ഹൈറ്റ് നമ്മൾ 12 കൊടുക്കുകയാണ്. വേറൊരു ആൽബവും കൂടിയുണ്ട്. നമുക്കത് രണ്ടും ഞാൻ ക്യാൻവാസ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. 300 റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഈ RGB കളർ ഇതെല്ലാം അത് തന്നെ സെലക്ട് ചെയ്യുക. RGB കളർ 8 ബിറ്റ് ഇതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വൈറ്റ്, അത് മതി. പിന്നെ ഈ കളർ പ്രൊഫൈലിൽ sRGB സെലക്ട് ചെയ്യുക. ഇത്രയാണുള്ളത്. ഇനി ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ആൽബത്തിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ലേ ഔട്ട് ഇതാണ്. ഈ ഒരു സൈസിലാണ് ആൽബം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നീളം എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നാം. നമ്മൾ സാധാരണ ഒരു ആൽബം ചെയ്യുന്ന സമയത്ത് സിംഗിൾ പേജായിട്ടല്ല ചെയ്യുന്നത്. അതായത് ഒരു ഷീറ്റ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതൊരു ഷീറ്റാണ്. അതായത് ആൽബത്തിൻ്റെ ഒരു പേജല്ല, ഇതൊരു ഷീറ്റായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ഇത് 2 പേജ് ആവാനുള്ള ആൽബമാണ്. അതായത് 15 ഇഞ്ചിൻ്റെ 2 ഷീറ്റ് ആവാനുള്ള ആൽബമാണ് നമ്മൾ 30 മൊത്തത്തിൽ എടുത്തിരുന്നത്. ഇവിടെ ഈ നമ്മുടെ റൂളർ ഉണ്ടല്ലോ, റൂളർ എടുത്തിട്ട്, അതായത് റൂളർ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ Ctrl+R അടിച്ച് കഴിഞ്ഞാൽ റൂളർ വരും. എന്നിട്ട് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചസ് ആക്കുക. നമ്മളിത് ക്യാൻവാസ് ഇഞ്ചസിലാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഞ്ചസ് ആക്കുക. എന്നിട്ട് ഇവിടെ മൂവ് ടൂൾ എടുത്തിട്ട് നമ്മൾ ഈ സ്കെയിലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഈ 15 കൊണ്ടുവയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും 2 ഷീറ്റാണിത്.
ഒരു ഷീറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് 2 പേജാണിത്, ഷീറ്റല്ല 2 പേജാണ് ഒരു ഷീറ്റായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ആൽബം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലാതെ ഒരു പേജ് ഓരോ പേജായിട്ടല്ല ചെയ്യുന്നത്. ഇത് ഇനി പ്രിൻറ്റിങ് കഴിയുമ്പോൾ ഈ നടുക്ക് വെച്ച് ഇങ്ങനെ ഒരു മടക്ക് വരും. ഇത് 2 മടക്കായിട്ട് ബുക്ക് കണക്ക് മടക്കും. അപ്പോൾ നൂത്ത് വയ്ക്കുമ്പോൾ ഈ 2 പേജും കൂടിയാണ് ഒരുമിച്ച് നമ്മൾ ഷീറ്റായിട്ട് ഇങ്ങനെ നൂത്ത് വയ്ക്കുമ്പോൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? അത്രയും മനസ്സിലാക്കുക. ഇനി വേറൊരളവുണ്ട്, Ctrl+N തന്നെ പ്രസ് ചെയ്യുക. Ctrl+N പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത് ഇതാണ് 30:12. ഇനി ചെയ്യുന്നൊരു സംഭവമുണ്ട്, 24:18 എന്ന് പറയുന്നൊരു സൈസുണ്ട്. ഇതിൽ വേറെയും സൈസുകളുണ്ട് കേട്ടോ. 24:18 പറയുന്ന സൈസുണ്ട്. അതിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയാണ് വന്നത്. 24 ആണല്ലോ, അതിൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 12. 12 കൊണ്ടുവയ്ക്കാം. ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ചെയ്തിട്ടുള്ളത് കുത്തനെയുള്ള ആൽബമാണ്, അതായത് ഹൈറ്റ് പോർട്രേറ്റ് മോഡിലുള്ള ആൽബമാണ്. ഇത് തന്നെ ഈ 18 എന്നുള്ളത് നമുക്ക് 12 ഒക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കുത്തനെ വരുന്ന ആൽബമാണ്. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നീളത്തിൽ വരുന്ന ആൽബമാണ്. ലാൻഡ്സ്കേപ്പ് മോഡിൽ നീളത്തിൽ വരുന്ന ആൽബമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫോട്ടോസ് ഞാൻ കൊണ്ടുവരുവാണ്. ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. നോക്കിക്കോളൂ, നമ്മളൊരു 4 ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ആവശ്യമുള്ള എടുത്താൽ മതി. ഒരു 4 ഫോട്ടോ ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല, അതായത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഒരു ആൽബം എങ്ങനെ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസൈൻ ചില സമയത്ത് നമുക്ക് എത്ര ഇനി ചെയ്യുന്ന ആൾക്കാരായാലും നമുക്ക് ഒരു സാമ്പിൾ കാണാതെ നമുക്കൊരു ഐഡിയയും കിട്ടില്ല, ഇതെങ്ങനെ ഈ ഒരു പേജ് ചെയ്യും എന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ പരിപാടിയുണ്ട്. നിങ്ങളൊരു നേരെ ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് 30x12 സൈസ് ആൽബം ഡിസൈൻ. നിങ്ങൾക്ക് ഇതിൻ്റെ PDF കിട്ടും, PSD കിട്ടും. പക്ഷേ അത് വലിയ ഗുണമുള്ള PSD ഒന്നുമല്ല. ഹിന്ദിക്കാരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള PSDകളാണ്. അത് നമുക്ക് ഭയങ്കര കളർഫുള്ളാണ്. അത് നമ്മളെ ഇവിടെ പറ്റത്തില്ല. അവിടെയൊക്കെ ഇറക്കും. ഇവിടെ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ അവർ ഭയങ്കര കളർഫുൾ. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. എന്താ കണ്ടോ? അതായത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെട്ടിക്കളഞ്ഞ് കപ്പിളിനെ വെട്ടിയെടുത്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ കയറ്റിയതാണ്ട് ഇങ്ങനെയൊക്കെയുള്ള എഡിറ്റിങ്ങൊക്കെ അവർ ചെയ്യും. പക്ഷേ ഇതൊന്നും നമ്മളിവിടെ ഇപ്പോൾ ഇറക്കില്ല. നമ്മളിവിടെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല. ഇത് അങ്ങോട്ട് നോർത്തിലോട്ടൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഡിസൈനൊക്കെ ഏകദേശം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാൽ അങ്ങനത്തെ ആൽബംസ് ആയിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ ഇമേജസ് എടുക്കുക. ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഡിസൈൻ എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഇങ്ങനെ വരുന്ന സിമ്പിൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഈ ഒരു ലീഫിൻ്റെ പരിപാടിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുണ്ട് കേട്ടോ. അത് ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ എന്നിട്ട് ഞാൻ ഇത് എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഇങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എടുത്ത് അവിടെ സാമ്പിളായിട്ട് വലിച്ചുകൊണ്ടിട്ടിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. നിങ്ങൾ മെനക്കെട്ട് ചിന്തിച്ചിരിക്കേണ്ട ഏത് ഡിസൈൻ ചെയ്യണമെന്ന്. നിങ്ങൾ ചുമ്മാ അങ്ങ് വലിച്ചുകൊണ്ടിടുക, അങ്ങ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. സിമ്പിളായിട്ട് ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈനിൽ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അത് അതേപോലെ അങ്ങ് അവിടെ ചെയ്ത് വയ്ക്കുക. ഇത്ര പരിപാടിയുള്ളൂ. ഇപ്പം നമുക്കൊന്ന് കയ്യിൽ നിന്ന് ചെയ്ത് നോക്കാം. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സാമ്പിൾ ഡൗൺലോഡ് ചെയ്ത് അതുപോലെ ചെയ്ത് നോക്കാം. ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം തന്നെ റെക്റ്റാങ്കുലർ മാർക്യൂ ടൂൾ എടുക്കുകയാണ്. ഇതാണ് നമ്മൾ കൂടുതലായിട്ടും ഞാൻ ഉപയോഗിക്കുന്ന സാധനം. ഇതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. അതായത് ഇങ്ങനെ വരച്ച് ഒരു കോളമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ മാർക്യൂ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് Ctrl+Shift+N പ്രസ് ചെയ്യുമ്പോൾ ന്യൂ ലെയർ ക്രിയേറ്റ് ആവും. ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ബക്കറ്റ് എടുത്ത് പെയിൻറ്റ് ബക്കറ്റ് എടുക്കുന്നു, പെയിൻറ്റ് അടിക്കുന്നു, Ctrl+D അടിച്ച് സെലക്ഷൻ കളയുന്നു, ഇതെടുത്ത് വെച്ച് പണിയുന്നു. ഇതിൽ കൊണ്ട് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ഫോട്ടോ വലിച്ചിടുന്ന പരിപാടിയാണ് സാധാരണ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചെയ്യേണ്ട, മാർക്കറ്റ് ടൂളൊന്നും എടുക്കേണ്ട. ഇതൊന്ന് ഹൈഡ് ചെയ്യണം തൽക്കാലം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, Ctrl+J അടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി വരും. ഇതിനിങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ട് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ ഒരു പുതിയ ലെയർ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ Ctrl+U അടിച്ചിട്ട് ഇതിൻ്റെ കളർ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്യാൻവാസ്. ഇതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ആക്കാം, ചെറുതാക്കി വയ്ക്കാം. കണ്ടോ? ഇത്രയേ ഉള്ളൂ പരിപാടി. മറ്റേത് എടുക്കുന്ന സമയമായില്ല. നോർമലി ചെയ്യുന്നെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത ഈ ചോപ്പ് ചെയ്താണെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആ ചോപ്പിൽ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. അതിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്.
ഇത് ഇവിടെ ഒരു ന്യൂ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചു, ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു. ഈ സൈഡ് ഗ്യാപ്പ് ഇടാം. ഞാൻ ചെയ്യുന്ന എല്ലാ ആൽബത്തിലും ഞാൻ സൈഡിൽ വൈറ്റ് ഇടാറുണ്ടോ, അതെപ്പോഴും നല്ലതാണ്. കാരണം ഇൻ കേസ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൽ ശകലമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ കട്ടിങ്ങിൻ്റെ ചിലപ്പോൾ വൈറ്റ് വരാം. അപ്പോൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചേർത്ത് വെച്ചെന്ന് വെച്ചോളൂ, കട്ട് ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റ് പേപ്പർ ഇതിനകത്ത് കാണും. പേപ്പർ കട്ട് ചെയ്താണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ വൈറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് മറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതിൻ്റെ എഡ്ജസിൽ ഒരു വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പോലും ആ വൈറ്റ് ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സായി പൊക്കോളും, അത് എടുത്ത് കാണിക്കില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ, ഇതൊരു ഫോട്ടോയാണെന്ന് വിചാരിക്കുക, ഇതിങ്ങനെ ചേർത്തങ്ങ് വെച്ചു എന്ന് വിചാരിക്കുക. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പ്രിൻ്റ് വരുമ്പോൾ ഇവരിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും, മെഷീൻ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ശകലം ഒരു ഇങ്ങോട്ട് വൈറ്റ് കാണും കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്ത ഡിസൈൻ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഈ എക്സിസ്റ്റ് ഭാഗത്ത് ഈ വൈറ്റ് കണ്ടോ, ഇവിടെ നിന്നാണ് ഇവരിങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈറ്റിൻ്റെ ശകലമെങ്കിലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ലൈൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയെങ്കിലും ഒരു ഗ്യാപ്പ്, ഒരു ശകലം, അതായത് ഞാൻ കാണിച്ചു തരാം, ഇവിടെ അളവ് കാണിച്ചു തരാം. ഒരു 0.5 എന്താ പറയുക ഇഞ്ചോ അത്രയും വേണ്ട, ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചിനേക്കാളും ശകലവും കൂടി കുറവെങ്കിലും ഒരു ഗ്യാപ്പ് നിങ്ങളവിടെ ഇട്ട് കഴിഞ്ഞാൽ ആൽബം കാണാനും ഭംഗിയാണ്. ആ ഒരു കട്ടിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ ഇങ്ങനെ വെക്കുകയാണ്. ഇതിവിടെ ചുമ്മാ ഇരുന്നോട്ടെ, ഇത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ Ctrl+J അടിച്ച് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഒന്നും കൂടി ഇവിടെ വയ്ക്കുകയാണ്. ഇപ്പോൾ 2 ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഒരു സെൻട്രൽ ലൈൻ എപ്പോഴും ഇട്ടേക്കുക, കീപ്പ് ചെയ്യുക. കാരണം അവിടെ കപ്പിളുടെ ഫേസോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നും ഈ കട്ടിങ്ങിൻ്റെ ഇടയിൽ വരില്ല. ഇവിടെ ഒരു മടക്ക് വരും, ആ മടക്കിൻ്റെ ഇടയിൽ ആയിപ്പോ വരും. അതുകൊണ്ട് ഈ ഒരു ലൈൻ ഇവിടെ തന്നെ ഇട്ടേക്കാം കേട്ടോ ചെയ്യുമ്പോൾ. ഇനി ഈ ഒരു കോപ്പി എടുത്തതിൽ നമുക്ക് എത്ര ഫോട്ടോസ് ഉണ്ടോ, 2 ഫോട്ടോയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൽ 2 നിറച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൂടെ കൊടുത്താൽ ഒരു ഷീറ്റ് അങ്ങ് തീർന്നു. മനസ്സിലായല്ലോ? ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് നിറഞ്ഞു നിൽക്കുക, നിറച്ചും അങ്ങ് പ്ലെയിനായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റേ ഉള്ളൂ. ഇപ്പം പഴയ കണക്കുള്ള കളർഫുള്ളായിട്ടുള്ള എഫക്റ്റ് ഒന്നും എഡിറ്റ് ചെയ്ത് കയറ്റി അങ്ങനെയൊന്നുള്ള പരിപാടിയില്ല. പണ്ട് നമ്മൾ സൂര്യപ്രകാശം വരെ എഡിറ്റ് ചെയ്ത് കയറ്റി പണ്ട് ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പം ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അതും മതി, അങ്ങനത്തെ എഡിറ്റിംഗ് മതി എല്ലാവർക്കും. അല്ലാതെ ഓവറായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട. അപ്പം നമ്മൾ ഇത് 2 ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു 4 ഫോട്ടോ ഉണ്ട്. ഈ 4 ഫോട്ടോ നമുക്ക് ചെയ്യാനുണ്ട്. ഈ 4 ഫോട്ടോയും ഉൾക്കൊള്ളിക്കാൻ മാക്സിമം നോക്കാം, നമുക്ക് പറ്റുമെന്ന് നോക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ 2 ടൈപ്പ് സാധനം പറഞ്ഞുതരാം. ഇങ്ങനെ ചെയ്ത് ഇതിനെ ഒന്ന് ചെറുതാക്കി വയ്ക്കുക. ഇതൊന്ന് ചെറുതാക്കി വെച്ചിട്ട് ഒരു Ctrl+J കൂടി അടിച്ചിട്ട് ഇതിനെ ഒന്നും കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ പിടിച്ച് ഷിഫ്റ്റ് ഞെക്കി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കുക. ഈ ഒരു ലെവലൊന്ന് കീപ്പ് ചെയ്യുക. അതായത് ഈ സൈഡിലുള്ള ഗ്യാപ്പ് തന്നെ ഇവിടെയും വരാനായിട്ട്, ചുറ്റും വരാനായിട്ട് നോക്കുക കേട്ടോ. ഇനി കുറച്ച് താക്കുകയാണ്. താത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വന്നോളും. എൻ്റർ അടിക്കുക. ഇനി ശാക്കാല ഇങ്ങോട്ടൂടെ നീക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് ഇതിനെ ഇതേപോലെ സെലക്ട് ചെയ്ത് നീക്കുക. എന്നിട്ട് ഒരു ശകലം മൊത്തത്തിൽ ഇതിനൊന്ന് നീക്കുക, ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഇങ്ങനെ ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം സത്യം പറഞ്ഞാൽ ഒരു ഷീറ്റ് ആൽബം ഇവിടെ തീരുകയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ഫോട്ടോയാണ്. നമ്മൾ ഇരിക്കുന്ന അത്രയും നോക്കിയേ, പോർട്രേറ്റ് മോഡലേ എനിക്ക് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്തൊക്കെയായാലും ഒരു വെഡ്ഡിങ് ആൽബം, ഒരു ആൽബത്തിനൊരു ഫോട്ടോസ് കിട്ടുമ്പോൾ ഒരിക്കലും ഇത് മാത്രമല്ല, ഇങ്ങനെ കുത്തനെയുള്ള പോർട്രേറ്റ് ഫോട്ടോസ് മാത്രമല്ല, ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഒരുപാട് വൈഡ് ഫോട്ടോസ് വരും, നിറച്ചൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഫോട്ടോസും വരും. അപ്പോൾ അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല, നമുക്കിങ്ങനെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ നോക്കിയെടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇടാം, അല്ലെങ്കിൽ പുറത്തിടാം. ഇപ്പം എനിക്ക് വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വലിച്ചങ്ങിടുകയാണ്. ഇതിൽ വേറെ കളറിങ് ഒന്നും ചെയ്യുന്നില്ല. കളർ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതൊന്നും റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരും. ഇനി ഈ സെലക്ഷൻ മാറ്റാനായിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ ആ സെലക്ഷൻ അങ്ങ് മാറിക്കോളും. ഇതാണ് ഫോട്ടോ. നമ്മൾ ആ വലിച്ചിട്ടത് ഇത് സെലക്ട് ചെയ്തിട്ട് വലിച്ചിടുക. അപ്പോൾ പിന്നെ നമ്മൾ ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് എവിടെയാണോ ഫോട്ടോ ഇടാൻ പോകുന്നത് ആ ഒരു ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ പോയി വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ അങ്ങ് വിട്ടു കൊടുക്കുക.
കണ്ടല്ലോ, അതിൻ്റെ മുകളിൽ തന്നെ വീണു. ഇവിടെ ലെയറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെയർസിൻ്റെ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, സെലക്ഷൻ മാറാൻ എൻ്റർ അടിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയും ഞെക്കി കൊടുത്താൽ ആ സെലക്ഷൻ ആയിക്കോളും. ഇനി ഇതിനകത്താക്കാനായിട്ട് സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ആൾട്ട് ഞെക്കി പിടിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ലൈനിൽ കൊണ്ട് മൗസ് പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് വരും. എന്നിട്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിനകത്തങ്ങ് പൊക്കോളും. കണ്ടോ, ഇതിനകത്ത് ക്ലിപ്പിംഗ് മാസ്ക് കണക്ക് ഇതിനകത്തോട്ട് വീണോളും. അപ്പോൾ ഇസഡ് അടിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതായത് ഇപ്പം ഞാൻ ചെയ്ത കണക്ക് കൺട്രോൾ ആൾട്ട് ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് കാണിച്ചു തരാം. കൺട്രോൾ ആൾട്ട് ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പിംഗ് മാസ്ക് കണക്ക് ഇതിനകത്തങ്ങ് വീണോളും. ഇത്രയും വിചാരിക്കുക. അപ്പോൾ നമ്മൾ എത്ര എക്സിസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്ത് കിടന്നാലും അത് തെളിഞ്ഞ് വരില്ല, ഇതിനകത്ത് കിടന്നോളും. ഇനി നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം എൻ്റെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത് കേട്ടോ. വിഷയമില്ല, കാണുക അങ്ങനത്തെ ഫോട്ടോയാണ് എടുത്തത്. നിങ്ങൾക്കിപ്പോൾ പോർട്രേറ്റ് ഫോട്ടോയാണ് കിട്ടുന്നതെങ്കിലും ക്ലോസപ്പ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് ആണെങ്കിലും അത് നല്ല ഭംഗിയായിരിക്കും കാണാം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ഫോട്ടോ പോർട്രേറ്റ് ആയിട്ടിരുന്നാലും അല്ലാതിരുന്നാലും വൃത്തിയാണ് കാണാൻ. പിന്നെ ഇവിടെ നിങ്ങൾ കൊണ്ട് വലിച്ച് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കറക്റ്റിന് കൊണ്ടുവയ്ക്കില്ല. ഞാൻ ചെയ്യുന്നൊരു ഐഡിയ ആണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻ കേസ് നമ്മളിതിപ്പോൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങനെ ഇത് സെലക്ട് ആയിട്ട് ഒരു ശകലം ഇങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുള്ള കളറ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോൾ ഞാൻ ചെയ്താലും കറക്റ്റ് ടൈറ്റിന് വയ്ക്കാതെ ശകലം ഒന്ന് പുറത്തോട്ട് വീഴുന്ന രീതിയിൽ, രണ്ട് സൈഡിൽ നിന്ന് പുറത്തോട്ട് വീഴുന്ന രീതിയിലാക്കിയിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ ശകലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാലും ഇതൊരു പ്രശ്നമായിട്ട് വരില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ഇട്ടാണ്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് റെഡ് ഇട്ടത്. സാധാരണ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ റെഡ് കണക്ക് കളർ കൊടുക്കാറില്ല. ഇത്തിരി വൃത്തി വരുന്ന ഏതെങ്കിലും ഗ്രേയോ ലൈറ്റ് ഗ്രേ ഒക്കെ കൊടുക്കും. അതാകുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ചെറുതായിട്ടെങ്കിലും വെളിയിൽ കിടന്നാലും വലിയ വിഷയം വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അടുക്കി. ഇനി നമ്മൾ ഇവിടെ ആപ്റ്റാവുന്ന 2 ഫോട്ടോസ് വയ്ക്കുക. അത് നമ്മുടെ അവിടെ ചെന്ന് നോക്കുക, എടുത്ത് വെച്ച് ഇങ്ങനെ വെച്ച് നോക്കുക. നമുക്ക് ഈ ഫോട്ടോ നമ്മളോട്ട് എടുത്തു. ഇനി 2 ഫോട്ടോ ഉണ്ട്, ഇതിൽ ഏതാണ് നല്ലത്? ഇത് നല്ലൊരു ഫോട്ടോയാണ്. പിന്നെ നമുക്ക് ഇവിടെ വയ്ക്കാനും ഒരു ഫോട്ടോ വേണം, അത് 2 വേണം. ഇതും എടുക്കാം. ഇതിനേക്കാളും പയ്യൻ്റെ ക്ലോസിനേക്കാളും ഇത് 2 എടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ വലിച്ചതേ ഇവിടെ കൊണ്ട് വെളിയിൽ വിടാം. അതായത് നമ്മുടെ റൂളർ ഉണ്ടല്ലോ, സ്കെയിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് വയ്ക്കുക. മുകളിലായിട്ട് വെച്ച് വിട്ടു കൊടുത്താൽ ഇവിടെ തന്നെ നമ്മളെ ഫോട്ടോഷോപ്പിനകത്ത് അത് ഓപ്പണായി കിടക്കും. ഇനി ഇവിടെ വെച്ച് നമുക്ക് നോക്കാം. അത് ഇവിടെ ഇങ്ങനെ മുകളിൽ ഞെക്കിയാൽ മതി സെലക്ഷൻ. ഈ ഒരു ഫോട്ടോ കൊള്ളാം കേട്ടോ. ഇതമ്പോടെ നിറച്ചും വെച്ചിട്ട് ഇതൊന്ന് ക്രോപ്പ് ചെയ്ത് വയ്ക്കാം. ഇതിനെ പതുക്കെ വലിച്ചുകൊണ്ട് വരിക, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വിടുക. ഞാൻ ഓൾറെഡി ഏത് ലെയറിൻ്റെ അകത്താണോ വീഴേണ്ടത് അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് വലിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അല്ലാതെ ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അവിടെ വീണോളും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ആൾട്ട് ജി അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആൾട്ട് ഞെക്കി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് മൗസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അതിനകത്ത് വീണോളും. എന്നിട്ട് ഇതിൻ്റെ അളവിന് വയ്ക്കുകയാണ്. കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലുതാക്കുന്നു, കുറച്ചും കൂടി നീക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡിലുള്ള ആരോ കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊക്കെ വയ്ക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര വേണം നീക്കി വയ്ക്കാം. എൻ്റർ അടിക്കുക. ഓക്കെ, അതവരൊരു ഫോട്ടോയായി. ഇനി നമുക്ക് മറ്റേ ഫോട്ടോ ഇവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഫോട്ടോ പയ്യെ വലിച്ചുകൊണ്ട് വരിക, അതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അതിൽ മാസ്ക് ചെയ്ത് അങ്ങോട്ട് അതിനകത്തിട്ട് കൊടുക്കുക. ക്ലിപ്പിംഗ് മാസ്ക് ഇട്ട് അതിനകത്താക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവളുടെ ചിരി പോകണ്ട, ജസ്റ്റെങ്കിലും പല്ല് കാണുന്നുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് പുറത്തൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുന്ന കുറച്ചുകൂടി സൂം ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നീക്കിയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടല്ലോ. ഓക്കെ, എൻ്റർ അടിക്കുക. എന്നിട്ട് താഴെ നോക്കുക. ഓക്കെ, ഒരു വെഡ്ഡിങ് ആൽബം പേജ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പണി എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള പണി, ഇവിടെ ഒരു ടെക്സ്റ്റ് വയ്ക്കുക. ഞാൻ അതിനാണ് ഈ ഒരു സ്ഥലം വിട്ടിരുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വയ്ക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ സിമ്പിളായിട്ട്, ഇപ്പോൾ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ഒരു കോട്ട് എടുക്കുക. ആദ്യം എന്തെങ്കിലും ഒരു വെഡ്ഡിങ് കോട്ട്സ് എടുക്കുക. ഇപ്പോൾ വെഡ്ഡിങ് കപ്പിൾ കോട്ട്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെഡ്ഡിങ് കോട്ട്സ് എന്തെങ്കിലും കിട്ടും. അതിൽ നിന്ന് എടുക്കുക. ഇവിടെ ഞാൻ ആദ്യം വന്ന സോണി ഫാഷൻ ഫോട്ടോഗ്രാഫി, അതിനകത്ത് നിന്ന് എടുക്കാം. വെഡ്ഡിങ് കോട്ട്സ്. നെറ്റ് ഭയങ്കര സ്ലോ ആണ് കേട്ടോ. നമുക്ക് വേറെ എടുക്കാം. കൂടുതലും ഉപയോഗിച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഈ ബ്രൈഡ്സ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാം കേട്ടോ. മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും, എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഈ പേജിനെ പറ്റി. ഓക്കെ, ഇതിനകത്തുനിന്ന് ലവ് ഈസ് പാഷൻ സംതിങ്. ഓക്കെ, നമുക്ക് ഇതങ്ങ് എടുക്കാം.
നമ്മൾ ഒന്നും നോക്കുന്നില്ല, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. ഇതോ അല്ലെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി നോക്കാം. നമുക്കവിടെ ആപ്റ്റ് ആവുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് ഉള്ളത് നോക്കിയെടുക്കാം. ഇതിങ്ങനെ സെലക്ട് ചെയ്യുക, Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക, എന്നിട്ട് നേരെ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ടെക്സ്റ്റ് ടൂൾ ഇവിടെ കിടപ്പുണ്ട്, അതെടുത്ത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് Ctrl+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നിട്ട് സാധനം ഇവിടെ പേസ്റ്റായി. എൻ്റർ അടിച്ച ശേഷം നമ്മൾ ഈ ഒരു ഫോണ്ട് മാറ്റണം. ഫോണ്ട് മാറ്റാനായിട്ട് ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോൺസ് ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടടിച്ചാൽ ഫോണ്ട് മാറിക്കൊണ്ടിരിക്കും. അല്ല നിങ്ങൾക്ക് ഫോണ്ട് നേരിട്ട് കാണണമെങ്കിൽ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് നേരിട്ട് അതിൽ നിന്നൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ നിന്നൊരു ഫോണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുകയാണ്. എന്നിട്ട് ഫോണിൻ്റെ സൈസ് ഇവിടെ നിന്നും നിങ്ങൾക്കിങ്ങനെ കൂട്ടാം, ഈ മുകളിൽ വന്നു കഴിഞ്ഞാലും കൂട്ടാം. പിന്നെ ഉള്ളത് മൂവ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഒരു ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് സെലക്ഷൻ ആയതിനു ശേഷം, ആ ടെക്സ്റ്റ് സെലക്ട് ആയതിനു ശേഷം ഇങ്ങനെ വലിച്ചു നീട്ടി വയ്ക്കാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടാം കേട്ടോ. എന്നിട്ട് ടീ അടിക്കുമ്പോൾ ഇവിടെ ടീ പ്രസ് ചെയ്യുമ്പോൾ, ഞാൻ ഈ ടീ അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചായ അടിക്കാമെന്ന് വിചാരിക്കരുത്. ടീ അടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രസ് ചെയ്യുക എന്നുള്ളതിൻ്റെ മലയാള വാക്കായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ ടീയിൽ പ്രസ് ചെയ്യുമ്പോൾ സെലക്ഷൻ ആവും, അതായത് നമ്മളെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ആവും. എന്നിട്ട് ഇവിടെ വന്ന് നീക്കിയിട്ട് എൻ്റർ അടിക്കുക. ഇതൊന്നും നിങ്ങളുടെ ഇഷ്ടത്തിന്, അത് നിങ്ങൾ വെക്കുന്ന കോഡിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിവിടെ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഈ റെഡ് അല്ല, ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാം. അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റാം, ഇതിൻ്റെ ആപ്റ്റ് ആവുന്ന രീതിയിൽ മാറ്റാം. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഭയങ്കര റൂളൊന്നും പറയുന്നില്ല. എന്നാലും നമ്മളൊരു ചെറിയൊരു കോട്ട് വെച്ച് കഴിഞ്ഞാൽ, ഈ കോട്ട്സ് വെച്ചിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്തെങ്കിലും ബിഗ്ഗായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ കോട്ട്സിന് നല്ല ഇറച്ചി നിൽക്കും, നല്ല രീതിയിൽ ഒന്ന് പോപ്പപ്പ് ചെയ്ത് കാണാൻ പറ്റും, നല്ലൊരു ഭംഗിയായിരിക്കും അതിന്. അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റും കൂടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് കപ്പിളിൻ്റെ പേര് എന്ത് വയ്ക്കാം നമുക്ക്? ഓക്കെ, വെറുതെ ഗ്രൂം ആൻഡ് ബ്രൈഡ് എന്ന് മാത്രം അടിക്കാം. ഗ്രൂം ആൻഡ് ബ്രൈഡ് എന്ന് മാത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വി ഞെക്കുമ്പോൾ എൻ്റർ അടിച്ച ശേഷം വി ഞെക്കി കഴിഞ്ഞാൽ മൂവ് ടൂൾ വന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതിങ്ങനെ വലിച്ച് നീട്ടുകയാണ്, ഇങ്ങനെ വലുതാക്കുകയാണ്. ഇത്രയും മതി. ഇതേ ഇവിടെ വെച്ചു, എൻ്റർ അടിച്ചു, ഇവിടെ വെച്ചു, നീക്കി അലൈൻ ചെയ്തു. ഇത് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കുക, ശക്കലം ഒന്ന് ചെറുതാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫോണ്ടിൻ്റെ കളറൊന്ന് ബ്ലാക്ക് ആക്കുകയാണ്. ഓക്കെ, ബ്ലാക്ക് ആക്കാൻ ഒന്നുമില്ല. ഇത് സെലക്ട് ചെയ്ത ശേഷം ടി പ്രസ് ചെയ്യുക. ടി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ടൂൾ വരും. എന്നിട്ട് മുകളിൽ ഇവിടെ കാണാം അതിൻ്റെ കളറ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ, ഞാൻ ഇവിടെ ബ്ലാക്ക് കൊടുക്കുകയാണ്. ഒരു ശകലം ഒരു ഗ്രേ, ലൈറ്റ് ഗ്രേ കണക്കൊരു സംഭവം ഞാൻ കൊടുക്കുകയാണ്. കറക്റ്റ് ബ്ലാക്ക് അല്ല, ലൈറ്റ് ഗ്രേ കൊടുത്തു. ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ ഈ ഗ്രൂം ആൻഡ് ബ്രൈഡ് എന്ന് എഴുതിക്കുന്ന സാധനം കൊള്ളാം, ലെറ്റർ കൊള്ളാം, എന്നാലും കുറച്ചൊരു ബെറ്റർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് വേറെ നോക്കാം. ഇത് വേണ്ട, അത്രയും വലിയ വൃത്തിയായിട്ട രീതിയിലൊന്നും കൊടുക്കണ്ട. നമ്മൾ നേരത്തെ വെച്ചത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് നോക്കാം, കുറച്ചൊരു വൃത്തിക്ക് അതെങ്കിലും കിട്ടുമെങ്കിൽ അത് വല്ലതും വയ്ക്കാം. ഇതും വലിയ കുഴപ്പമില്ല. അത് നിങ്ങൾ സ്ഥിരം ചെയ്തു കൊടുക്കുന്ന ആൾ പറയുന്ന കണക്ക് ചെയ്യുക കേട്ടോ. അവർ പറയും നിങ്ങളടുത്ത്, നിങ്ങൾക്ക് സ്ഥിരം വർക്ക് തരുന്ന ആൾക്കാർ പറയും അങ്ങനെയുള്ള ഫോണ്ട് വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കണം, ഇങ്ങനെയുള്ള എഡിറ്റിങ് വേണ്ട എന്ന് അവർ തന്നെ സജഷൻ തരും. അതിനനുസരിച്ച് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വെച്ചത് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും ശരിയാവുന്നില്ല, നേരത്തെ ഇരുന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ ഒരു താഴെ വെച്ചതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കാം. രണ്ടും ഒരേ ഫോണ്ടായി പോയി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് വേറെ ഇങ്ങനെ ഇവിടെ ഞെക്കിയിട്ട് ഇങ്ങനെ താഴോട്ടടിച്ച് കഴിഞ്ഞാൽ മാറി മാറി വരും. അത് ഏതെങ്കിലും ഒരു വൃത്തിക്കൊരു നൈസ്, ഇത് കൊള്ളാം കേട്ടോ. അമിരി എന്ന് പറയുന്നൊരു ഫോണ്ടാണ്. നമുക്കത് എൻ്റർ അടിക്കാം. എന്നിട്ട് ഞാൻ ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിലുണ്ട്, അതൊന്ന് കളയുവാണ്. യെസ്, അത് രണ്ടും കളഞ്ഞു കേട്ടോ. കളഞ്ഞു, ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പ് ശകലം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മുകളിൽ കണ്ടല്ലോ ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ? ഈ മുകളിലായിട്ട് ചെറിയൊരു പെട്ടിയുണ്ടോ, ടോഗിൾ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാരഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തേക്കും കൊണ്ട് മൗസ് വയ്ക്കുമ്പോൾ കാണിക്കും. ഈ ഒരു പെട്ടി ക്ലിക്ക് ചെയ്യുക. ആ പെട്ടിയിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇത് ഇങ്ങനെ ഒരു സാധനം പോപ്പപ്പായിട്ട് വരും. ഇത് കാണുമ്പോൾ അറിയാം, ഇങ്ങനെ ഒരു സാധനം പോപ്പപ്പായിട്ട് വരും. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പ്, ഈ ഒരു കോട്ടിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ അതിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഹൈറ്റിൻ്റെ ആണെന്ന്.
അപ്പോൾ അത് ഒന്ന് പയ്യെ കുറയ്ക്കുകയാണ് ഞാൻ. കാണുമ്പോൾ അറിയാം, കണ്ടത് പൊങ്ങി പോകുന്നുണ്ടോ? ഓക്കെ, അത് കുറച്ചു. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം, വലിച്ചു നീട്ടാനാണ് ഓരോ വേർഡുകൾ തമ്മിലുള്ള, അതായത് ഓരോ സ്പെല്ലിങ് തമ്മിലുള്ള ഇതിങ്ങനെ മാറ്റി ഓരോ ലെറ്ററുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വർദ്ധിപ്പിക്കാനായിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ വലുതായിട്ട് മാറ്റുന്നില്ല, ചെറിയൊരു വ്യത്യാസം കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുന്നു. നോക്കുക, കൊള്ളില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് അത് കണക്കാക്കി ഓക്കെ ആക്കുക. ഇനി ഇതങ്ങ് ഇൻറ്റു ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി മൂവ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് കറക്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇത് രണ്ടും ഒന്ന് സെലക്ട് ചെയ്യുക. മറ്റേ ഫോട്ടോയും കൂടെ ഉള്ളതുകൊണ്ടാണ് സെലക്ട് ആവണം കേട്ടോ. ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്താലും മതി. ലെയറിൽ വന്ന് രണ്ടും കൂടി സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് സെലക്ട് ആയി. ഇനി മൂവ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് എൻലാർജ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റി ഒന്ന് അലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതെങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നോക്കുക. അത് നമ്മളെ നമുക്ക് ഇഷ്ടത്തിന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടി ടെക്സ്റ്റ് ടൂൾ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നതാണ്, ഒരു കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കണക്കൊരു സംഭവം കൊടുക്കണം. വെറുതെ വരയിട്ടാൽ ഇത് വൃത്തിയായിട്ടായിരിക്കും കാണാൻ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് 3 ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് വലുതാക്കും. ശക്കലം ഒന്നിങ്ങനെ വലുതാക്കി വയ്ക്കും. എൻ്റർ അടിക്കുക. എന്നിട്ട് പതുക്കെ തന്നെ ഇങ്ങനെ വലിച്ച് നീക്കിക്കൊണ്ട് പോവാം. ഇവിടെ ഇങ്ങനെ വയ്ക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യും. അതായത് അത് കാണുമ്പോൾ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം, എവിടെ വേണോ അത് നിങ്ങൾക്ക് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇത് ഇങ്ങോട്ട് നീക്കുവാണ്. നമുക്ക് ഈ ലെറ്റർ കുറച്ചും കൂടി നീളമുള്ളതാണ്. ഇത്തിരി കൂടെ ഇവിടെ ബെറ്റർ ആയിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കാരണം കുറച്ച് അധികം സ്പേസ് നമുക്കുണ്ട് ഇവിടെ. അപ്പം അത് വെറും ബ്ലാങ്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നീളമുള്ള ഒരു കോട്ട് ഇവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വരാം, തപ്പി പിടിക്കാം. ഇത് കുറച്ച് നീളമുണ്ട്. ഞാൻ കോട്ട് വായിച്ച് നോക്കുന്നില്ല, ചുമ്മാ എടുക്കണം. നിങ്ങൾ എടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ആ പേജിൽ എന്താണോ പറയുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി ഗ്രൂപ്പുകൾ അടിക്കിയ പേജാണെങ്കിൽ അത് ഫാമിലി ആയിട്ടുള്ളത് തന്നെ വെക്കണം. അവിടെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് വയ്ക്കരുത്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വി അടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യാതെ ഇവിടെ നിന്ന് എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇത് 2 ആയി. ഓക്കെ, ഇത് മതി എന്ന് തോന്നുന്നു. നീളം കൂടിപ്പോയി എന്ന് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടി ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു എൻ്റർ അടിക്കുക. എന്നിട്ട് തിരിച്ചടിക്കുക, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് പിന്നെ ഒരു എൻ്റർ അടിക്കുക. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം. ഇതും കൂടി നമുക്ക് സ്മോൾ ലെറ്റർ ആക്കാം കേട്ടോ. സ്മോൾ ലെറ്റർ ആക്കിയിട്ട് ഓക്കെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ആ കുത്തിനെ പതുക്കെ താഴോട്ട് ഇങ്ങനെ ഇറക്കുക. ഇപ്പോൾ കുറച്ചുകൂടി നിറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവിടെ അങ്ങ് ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് അങ്ങ് ആയില്ല. അത് നല്ല രീതിയിൽ ആ ലെറ്റർ അങ്ങ് കൺസ്യൂം ചെയ്തെടുത്തുണ്ട്. അത് അത്രയും ഭാഗം അങ്ങ് ക്ലിയറായി. ഓക്കെ, എപ്പോഴും ഒരു അലൈൻമെൻറ്റ് കീപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ നിങ്ങൾ. അതായത് ഏകദേശം ഒരു ചുമ്മാ വാലാക്കോല ഇങ്ങനെ ഞാനിപ്പോൾ ഇതുകൊണ്ട് ഇവിടെ എവിടെയും വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വൃത്തികേടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് ചുമ്മാ ഇട്ടാൽ അത് നമ്മളെപ്പോഴും ഒരു അലൈൻമെൻ്റ് ആയിട്ട് കറക്റ്റ് ഒരു സൈഡിൽ എവിടെയെങ്കിലും അലൈൻമെൻറ്റ് ചെയ്തൊക്കെ വയ്ക്കാൻ നോക്കുക. നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യാം. ഞാനിതിപ്പോൾ പെട്ടെന്ന് കാണിച്ച് പോകുന്നതാണ് കേട്ടോ. ഇനി ബ്രൈഡിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ തീമുമായിട്ട് എന്താ പറയുക ഇഴകി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ തീം എന്താണോ അതുമായിട്ട് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ വേണം നമ്മളിവിടെ കൊടുക്കാൻ. ഇപ്പോൾ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ ഈ കളർ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വരിക. ഇതിനകത്ത് നല്ല കളർ ഏതാണെന്ന് നോക്കുക. നമുക്ക് നല്ല കളർ ഏതാ ഉള്ളത്? ഈ ഓറഞ്ച് ഷെയ്ഡാണ് കൂടുതലുള്ളത്. അപ്പോൾ അതങ്ങ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അതൊന്ന് ഈ ഷർട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ചും കൂടി ഒരുപാട് തിളങ്ങാത്ത ഡാർക്കായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇപ്പം തന്നെ ഈ ആൽബം കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിട്ടില്ല ഒരു പേജ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇനി നടുക്ക് വെച്ചിട്ടായിരിക്കും ഇത് കട്ടാവാൻ പോകുന്നത്. ഇത് 2 പേജായിട്ട് ഇത് മാറും, ഈ ഒരു ഷീറ്റ്. ഓക്കെ, എനിക്കിത് എന്തൊക്കെയാണ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയുള്ളൊരു പേജ്. അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ എന്താ, നമ്മളെ എഡിറ്റിങ് മാത്രമല്ല, ഇവിടെ ഫോട്ടോസ് നല്ല ബെസ്റ്റ് ഫോട്ടോസാണ്, നല്ല മൊമെൻറ്റ്സാണ്. അതായത് അത്രയും ഹാപ്പി ആയിട്ടുള്ള കിടില മൊമെൻറ്റ്സാണ്. അതുപോലെ നല്ല രീതിയിൽ ഗ്രേഡ് ചെയ്ത ഫോട്ടോയും കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഒരു വർക്ക് നമുക്ക് വെളിയിൽ നല്ല രീതിയിൽ ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നൊരു വർക്ക് വരുന്ന സമയത്ത് നമുക്ക് അവരത് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ എഡിറ്റിങ് തൊട്ട് പേജിൻ്റെ ഫോട്ടോസ് എഡിറ്റിങ് കളർ ഗ്രേഡിങ് തൊട്ട് ആൽബം വരെയുള്ള വീഡിയോ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ കേട്ടോ.
അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നൊരു വേറെ പരിപാടി ഞാൻ പറഞ്ഞില്ലേ, ഈ കുത്തിട്ടില്ലേ, ഈ കുത്തിൽ നമുക്ക് വേണമെങ്കിൽ കളറ് മിക്സ് ചെയ്യാം. അതായത് ആദ്യത്തെ കുത്തൊന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ മുകളിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളറ് മാറ്റാൻ പറ്റും. അതിൽ നമ്മൾ ഇതിൻ്റെ കളർ തന്നെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് അടുത്ത കുത്ത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ കളർ തന്നെ ക്ലിക്ക് ചെയ്യുക. പക്ഷെ ചെയ്യേണ്ടത് കുറച്ചും കൂടി ലൈറ്റാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത കുത്തിൽ ക്ലിക്ക് ചെയ്യുക, അടുത്ത് നോക്കിയിട്ട് വീണ്ടും അത് സെലക്ട് ചെയ്തിട്ട് പിന്നെയും കുറച്ചുകൂടി ലൈറ്റാക്കുക. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇനി എൻ്റർ ചെയ്യുക. കണ്ടോ, കുറച്ച് വൃത്തിയായി. ഇങ്ങനെയാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ആൽബം ഷീറ്റ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി സേവ് ചെയ്യുന്ന എങ്ങനെയാണ്? Ctrl+S അടിച്ച് നമ്മളിത് സേവ് ചെയ്യുകയാണ്. ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ പറയുവാണ്, നിങ്ങൾ ആദ്യം തന്നെ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ ഈ ലെയർ എടുക്കുന്ന സമയത്ത് തന്നെ സേവ് ചെയ്ത് ചെയ്തു തുടങ്ങാം കേട്ടോ. എന്നിട്ട് സേവ് എ കോപ്പി ക്ലിക്ക് ചെയ്യുക. സേവ് എ കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം പഴയ വെർഷനിലേക്ക് ഡയറക്റ്റ് ഞെക്കാം. അങ്ങനെ ഒരു കോപ്പിയുടെ ഓപ്ഷൻ ഇവിടെ കാണിക്കില്ല. അതിനുശേഷം നമ്മൾ 02 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഈ ആൽബത്തിനകത്താണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഏത് ഫോൾഡറാണോ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ എച്ചിനകത്ത് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിനകത്ത് ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൽ നമ്മൾ ആൽബം എന്നുള്ളതിലാണ് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം 03 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് കൊടുക്കുകയാണ്. യെസ്, നമ്മളവിടെ സേവ് ചെയ്തിട്ടു. ഇങ്ങനെ വേണം നിങ്ങൾ സേവ് ചെയ്ത് ഇടാൻ കേട്ടോ. അത് സേവ് ചെയ്ത് പിന്നെ നിങ്ങൾ Ctrl+S അടിച്ച് സേവ് ചെയ്ത് വേണം ഈ വർക്ക് ഇങ്ങനെ ചെയ്ത് പോകാനായിട്ട്. ആദ്യം തന്നെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് സാധനം ചെയ്താലും അപ്പം തന്നെ, ഇപ്പം എന്ത് വ്യത്യാസം വരുത്തിയാലും അപ്പം തന്നെ ഒന്നുകൂടി സേവ് ചെയ്തും കിട്ടിയിട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആവുകയോ സ്റ്റക്ക് ആവുകയോ ഫോട്ടോഷോപ്പ് ഇടിച്ചങ്ങ് നിന്ന് സ്റ്റക്ക് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തതെല്ലാം വേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് താഴെ ഞാൻ കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ താഴെ കണ്ടോ, ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് ഐക്കൺ കണ്ടായിരുന്നോ, അതാണ് സ്മാർട്ട് ആൽബം എന്ന് പറയും. ആ സാധനം ഇപ്പം ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോ ആൽബം ഡിസൈനിങ് ചെയ്യുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്മാർട്ട് ആൽബം എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്തു തരാം. ഇത് നമുക്കെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ മൊബൈലിലൊക്കെ ഇട്ട് ഫോട്ടോ കോളേജിൽ ക്രിയേറ്റ് ചെയ്യില്ല. അതായത് നമ്മൾ ഫോട്ടോ വലിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ലേ ഔട്ടൊക്കെ അതിനകത്ത് ഇങ്ങനെ മാറി വന്ന് പോകും. പക്ഷേ അത് നമുക്ക് ഇത്തിരി നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. കുറച്ചിങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ ഡിഫോൾട്ട് അതിൽ കുറച്ച് സ്റ്റൈലുകളുണ്ട്. ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോമാറ്റിക് അലൈൻമെൻറ്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ചടങ്ങുകൾ ഫംഗ്ഷൻ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കപ്പിൾ ഫോട്ടോസ് മാക്സിമം നിങ്ങൾ കപ്പിൾ ഷീറ്റൊക്കെ പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. സ്മാർട്ട് ആൽബത്തിൽ ഇട്ട് ചെയ്യാൻ നിൽക്കരുത്. സ്മാർട്ട് ആൽബത്തിൽ എപ്പോഴും ചടങ്ങുകൾ ഫംഗ്ഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സ്മാർട്ട് ആൽബത്തിൽ ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഡീപ്പായിട്ട് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ കേട്ടോ. ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ് ഈ പിക്സലിൻ്റെ ഈ സ്മാർട്ട് ആൽബം 2 എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ റിക്വസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആൽബം എല്ലാം ചെയ്ത് കഴിയുമ്പോൾ PSD ആയിട്ടാണ് ഇത് സേവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇപ്പോൾ PSD ആയിട്ട് സേവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു ഈ ഒരു സെയിം ഷീറ്റാണ് ഞാനങ്ങനെ ഒരു 4-5 കോപ്പിയായിട്ട് ഇട്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ കാണും. ഇതിപ്പോൾ ഞാൻ സാമ്പിൾ ഇട്ടതാണ്. ഒരു ആൽബം സാധാരണ നമ്മൾ ചെയ്തു വരുമ്പോൾ 35, 40, 50, 60 ഷീറ്റൊക്കെ പോകും. ചിലപ്പോൾ അതിന് മുകളിൽ പോകുന്ന ഹെവി വർക്കുകളുണ്ട്. അപ്പം അത്രയും ഷീറ്റുകൾ ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതെല്ലാം JPG ആക്കി വേണം നമ്മൾ പ്രിൻറ്റിങ്ങിന് വിടാൻ. അത് നമുക്ക് ഇമ്പോസിബിളാണ് അങ്ങനെ ഓരോന്നായിട്ട് JPG ആക്കുക എന്ന് പറയുന്നത്. അപ്പം ഫോട്ടോഷോപ്പിൽ തന്നെ അതിനൊരു ഓട്ടോമാറ്റിക് രീതിയുണ്ട്. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫയൽ സേവ് ചെയ്തു, അതും കളയുവാണ്. കളഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഫയൽസിൽ വരിക. ഫയൽസിൽ വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇമേജ് പ്രൊസസ്സറുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ക്യാൻവാസ് ഓപ്പണായി വരും. അതിൽ ആദ്യം തന്നെ ഇവിടെ സെലക്ട് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ PSD എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിവിടെ കണ്ടുപിടിച്ച് കൊടുക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. Hൽ ഇത് മുകളിൽ കാണുമ്പോൾ അറിയാം, ആൽബത്തിൽ സാമ്പിൾ എന്നും പറഞ്ഞാണ് ഞാൻ PSD എല്ലാം കൂടി കോപ്പി ചെയ്തിട്ടിരുന്നത്. ആ ഫോൾഡർ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ആ ഫോൾഡർ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ എഡിറ്റിങ്ങിൽ ആൽബം സാമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, നേരെ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ സേവ് ഇൻ സെയിം ലൊക്കേഷനും ഉണ്ട്. തൊട്ട് താഴെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് JPG ആയിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ അതേ ഫോൾഡറിൽ തന്നെ JPG ആയിട്ടും സേവ് ചെയ്യാം. ഞാൻ അവിടെ തന്നെ JPG ആയിട്ട് സേവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കത് വേറൊരു ഫോൾഡറായിട്ട് ക്രിയേറ്റ് ആയിക്കോളും കേട്ടോ. ഇനി താഴെ വന്നിട്ട് ഇവിടെ നോക്കേണ്ടത് സേവ് ആസ് JPG, ഇത് ടിക്ക് ഇട്ടയക്കുക, ഇത് ടിക്ക് ഇടണം. എന്നിട്ട് ക്വാളിറ്റി ചിലപ്പോൾ ഇവിടെ 5 3 ഒക്കെ കാണും, അവിടെ 12 കൊടുക്കുക. മാക്സിമം ക്വാളിറ്റി 12 നിങ്ങൾ വേറൊരു നമ്പർ അടിച്ചിട്ടൊന്ന് ബാക്കി അടിച്ച് നോക്കിയേ, എഴുതി കാണിക്കും ഇവിടെ കണ്ടോ, 12 വരെയാണ് മാക്സിമം ക്വാളിറ്റി. അപ്പോൾ 12 ആണെന്ന് ഉറപ്പ് വരുത്തുക, അത് ഉറപ്പാണ് കേട്ടോ, അത് നല്ലോണം ഉറപ്പ് വരുത്തുക. സേവ് ആസ് PNG കൊടുക്കുക, JPG കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ മുകളിൽ വന്ന റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഇതങ്ങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ PSD ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് JPG ആയിട്ട് വേറൊരു ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ അങ്ങ് സേവ് ചെയ്യും. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഇട്ട ഫോൾഡറിൽ പോവുകയാണ്. കണ്ടോ, ഇതായിരുന്നു ആ PSD. ആ PSD ഇട്ടതിൻ്റെ ഫോൾഡറിൽ തന്നെ ഒരു ഫോൾഡർ കൂടി കണ്ടു, JPG എന്ന് പറഞ്ഞൊരു ഫോൾഡർ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ PSD എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് JPG ആയത് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് ഇനിയാണ് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് നമ്മൾ കസ്റ്റമറിന് അയക്കുന്നത്. കസ്റ്റമറിനല്ല, പ്രിൻറ്റിങ്ങിന് വിടുന്നത്. കസ്റ്റമറിന് ഇതിന് മുമ്പ് തന്നെ നമ്മൾ വേറൊരു ഓപ്ഷനുണ്ട്, അതായത് ഫയൽസിൽ ഓട്ടോമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഇതിൽ PDF എന്ന് പറഞ്ഞ് PDF പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ ആ ഒരു ഇത് കിടക്കുന്നുണ്ട്, സാമ്പിൾ എടുത്തപ്പോൾ അതിനകത്ത് ഇവിടെ PSD ഉണ്ടല്ലോ, ഈ PSD എല്ലാം സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുമ്പോൾ ആ PSD എല്ലാം ഇവിടെ വരും. ഇനി നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ സേവ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വരും. നമ്മളൊരു സ്പെസിഫിക് ഫോൾഡർ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് തന്നെ സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുത്തു. സേവ് കൊടുക്കുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ ഇങ്ങനെ പൊങ്ങി വരും. ഈ പോപ്പപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കംപ്രസ് ചെയ്യാം. ഇത്രയും ക്വാളിറ്റിയിൽ കസ്റ്റമറിന് കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് അത്രയും ക്വാളിറ്റിയിൽ കണ്ടിട്ട് കാര്യമില്ല. ക്വാളിറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇമേജ് ക്വാളിറ്റി കുറച്ചാൽ നമുക്ക് വാട്സപ്പിൽ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കാൻ പറ്റാത്ത അത്രയും സൈസിലോട്ട് ഈ ഒരു PDF ഫയൽ ആയിപ്പോവും. അതുകൊണ്ട് ഹൈയോ മീഡിയോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ സേവ് PDF കൊടുക്കുക. സേവ് PDF ഞെക്കി കഴിഞ്ഞാൽ അതേ കണക്ക് ഒന്നും കൂടി ഇവിടെ വരും. ഇതേ കണക്ക് നേരത്തെ പ്രോസസ്സിങ് ഇല്ലേ, അത് കണക്ക് ഇവിടെ വന്ന് പ്രോസസ്സ് ചെയ്ത് JPG ആക്കിയിട്ട് അത് അവിടെ പോയി PSD ആയിട്ട് സേവ് ആവും. PDF ആയിട്ട് സേവ് ആവും. എനിക്ക് ടങ്ക് സ്ലിപ്പാവുന്നുണ്ട്, ക്ഷമിക്കുക കേട്ടോ. ഇനി നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ആൽബം. കണ്ടോ, ആൽബം ഇവിടെ റെഡിയാണ്. നമ്മളത് ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവും. കണ്ടല്ലോ, യെസ്, കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമറിന് പ്രിവ്യൂവിന് അയച്ചു കൊടുക്കുന്നത്. ഇത് കസ്റ്റമർ കണ്ടിട്ടാണ്, ഈ ആൽബം കണ്ടിട്ടാണ് കസ്റ്റമർ എന്തൊക്കെ കറക്ഷൻസ് വേണം. ഇത് വാട്സപ്പിലാണ് അയക്കുന്നതെങ്കിൽ അവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഫോട്ടോ ഇവിടെ വേണ്ട, മറ്റേ ഫോട്ടോ ആഡ് ചെയ്യണം, ഇത് ഇവിടെ വേണ്ട, അതിവിടെ വേണ്ട, ഈ കളർ വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സജഷൻസ് പറയും. അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ JPG ആക്കിയിട്ട് നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കുന്നത്, പ്രിൻറ്റിങ്ങിനായിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ആൽബത്തിൻ്റെ ഡിസൈനിങ് എന്ന് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. എൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ഇട്ടോളൂ. ബൈ.